ഇതും കുടിച്ച് ആ മുറിയിൽ പോയിരുന്നോളൂ. മുത്തശ്ശനെ എവിടെയെല്ലാം തിരക്കി. മുത്തശ്ശനെന്താ ഇരുട്ടുമുറിയിലിരിക്കുന്നത്? മുത്തശ്ശന് വെളിച്ചം വിധിച്ചിട്ടില്ല കുട്ടി. മുത്തശ്ശനെന്താ മൺപാത്രത്തിൽ കഞ്ഞി കുടിക്കുന്നത്? മുത്തശ്ശൻ ഈ പാത്രത്തിൽ കഴിച്ചാലേ ഇറങ്ങൂ. ഇത്രയും പ്രായമായില്ലേ, ഇതിനും പ്രായം കൂടിയ ഇതുമുണ്ടായെന്ന് വരില്ല. മുത്തശ്ശൻ ഇന്നാൾ പറഞ്ഞെന്ന് ആരിപ്രാവിന്റെ ഒന്ന് പറഞ്ഞു തരാമോ? മുത്തശ്ശൻ ഈ കഞ്ഞിയൊന്ന് കുടിച്ചോട്ടെ, എന്നിട്ട് പറഞ്ഞു തരാം. വേഗം മുത്തശ്ശ, അച്ഛൻ വന്നാ പിന്നെ കഥ മുഴുവനും കേൾക്കാൻ വിടില്ല. അന്ന് തന്നെ മുത്തശ്ശന്റെ കഥ കേട്ടിട്ട് മുഖത്തെ അടി കിട്ടി മുത്തശ്ശ. സാരമില്ല മോനെ, മുത്തശ്ശൻ കഥ പറഞ്ഞു തരാ. ഇന്നിപ്പോ ആ രാജകുമാരൻ രാജാവിനെ ചതിച്ച് സകലവും കൈക്കലാക്കി ഇല്ലാത്ത കുറ്റം ചുമത്തി. നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്നിരിക്കരുതല്ല? അതിനിപ്പോ കുട്ടികളെ പറഞ്ഞിട്ടെന്ന കാര്യം? പ്രായം കൂടുന്തോറും വൃത്തികെട്ട് വരിക, പകരുന്ന രോഗമാണ്. ബോധം വേണ്ടേ? സിസ്റ്റർ വരുന്നുണ്ട്, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. എന്നാ ഈ വഴിക്ക്? അഭിനന്ദനം നേരിട്ട് അറിയിക്കാൻ വന്നതാ. പത്രങ്ങളിലൊക്കെ നന്നായി എഴുതിയിട്ടുണ്ട്. അഗതി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രായമായ മാതാപിതാക്കളോട് മക്കൾ കാണിച്ച അവഗണനയെ കുറിച്ച് താങ്കൾ നടത്തിയ പ്രസംഗമാണ് പത്രങ്ങളിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. പിന്നെ അങ്ങയുടെ കൈനീട്ടം വളരെ ഗുണം ചെയ്തു. ഇദ്ദേഹത്തിൽ നിന്ന് പോലും ധാരാളം പണം വരുന്നുണ്ട്. അല്ല, ഇതാരാ സാർ ഈ മൺപാത്രത്തിൽ കഞ്ഞി കുടിക്കുന്നത്? അത് എന്റെ മോന്. ഇയാളെ ഭയങ്കര കാര്യമാ. എപ്പോഴും ഇവിടെ തന്നെയാ സിസ്റ്റർ. എന്റെ മുത്തശ്ശനാ സിസ്റ്റർ. എന്നും നല്ല കഥകൾ പറഞ്ഞു തരും. മുത്തശ്ശന് അച്ഛന് ഇഷ്ടമേ ഇല്ല, എന്നും വഴക്ക് പറയും. മുത്തശ്ശ പാത്രം ഞാൻ കൊണ്ടുവയ്ക്കാം.